രാജ്യത്ത് 2026 നക്സലുകളെ പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന അമിത്ഷായുടെ വാക്ക് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നക്സൽ മെമ്മോറിയൽ, ഛത്തീസ്ഗഡിലെ ബീജാപൂരിലെ നക്സൽ മെമ്മോറിയൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ ഏറ്റവും അവസാനം ഇപ്പോൾ ഇതാ നക്സലുകളുടെ മെമ്മോറിയൽ തകർന്നടിയുന്ന കാഴ്ചയാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് ഒരു പറ്റം പട്ടാളക്കാരാണ് ആ നക്സൽ മെമ്മോറിയൽ പൊളിച്ചടുക്കി ചവറ്റുകുട്ടയിലേക്ക് എറിയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ ത്രിപുരയിൽ BJP സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ലെനിന്റെ പ്രതിമയടക്കം പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ നക്സലുകൾ രാജ്യത്തെ വിഘടിപ്പിക്കാനായി കാത്തു നിൽക്കുന്ന, രാജ്യത്തിന് വലിയ ഹാനി വരുത്താനായി കാത്തു നിൽക്കുന്ന നക്സലുകളുടെ ആ ഒരു മെമ്മോറിയലാണ് ഇപ്പോൾ പൊളിച്ചു കളയുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ബീജാപൂരിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സംയുക്ത സേനയ്ക്ക് നേരെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സംയുക്ത സേന ശക്തമായി തിരിച്ചടിക്കുകയും അവിടെ പല സ്ഥലങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കുകയും പല സ്ഥലങ്ങളിൽ പോലും രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇപ്പോഴാണ് ജനങ്ങൾ സമ്മതിദായകാവകാശം, അതായത് വോട്ടിടുന്നതിനുള്ള അവകാശം ഇപ്പോഴാണ് ജനങ്ങൾ ഇപ്പോൾ അത് നേടിയെടുത്തത് എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ് ആ വാർത്ത കൊടുത്തത് എന്നുള്ളത് അഭിമാനപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിൽ വലിയ രീതിയിൽ ശുദ്ധികലശം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 15 ഇല്ലീഗൽ ബങ്കറുകളാണ് കാങ്പോയ് ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസ് താറുമാറാക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു സ്ഥലത്ത് ഛത്തീസ്ഗഡിൽ നക്സലുകൾക്ക് നേരെയുള്ള ആക്രമണമാണെങ്കിൽ മറുസ്ഥലത്ത് മണിപ്പൂരിൽ വിഘടനവാദികൾക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള പൊളിച്ചടുക്കലാണ് നടക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്ത് നിന്ന് 2 സുപ്രധാന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ വലിയ രീതിയിൽ അവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നു, അതായത് പൊളിച്ചടുക്കൽ കുറച്ച് നാളായി നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ്. 1000 ഇല്ലീഗൽ ആംസ് ആണ്, അതായത് 1000 ഇല്ലീഗൽ ആയുധങ്ങളാണ്, അനധികൃതമായിട്ടുള്ള ആയുധങ്ങളാണ് മണിപ്പൂരിൽ ദിവസങ്ങൾ കഴിയുന്തോറും ഓരോ ആൾക്കാരും വന്ന് പോലീസിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു ശാന്തതയാണ് മണിപ്പൂരിൽ അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും മണിപ്പൂരിൽ ഗവർണർ ഭല്ലയുടെ അപ്പീലിന് ശേഷം മണിപ്പൂരിൽ പല ആൾക്കാരും കീഴടങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഡൽഹിയിൽ റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും നേരെ വലിയ രീതിയിലുള്ള ഒരു ഡ്രൈവ് നടക്കുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഷഹീൻ ബാഗിലടക്കം ഇല്ലീഗൽ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും എല്ലാം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2019 ഷഹീൻ ബാഗിൽ നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതി നടന്നപ്പോഴുള്ള പ്രൊട്ടസ്റ്റിൽ പോലും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് മണിപ്പൂർ ശാന്തമാകുമ്പോൾ മറുഭാഗത്ത് ഇല്ലീഗൽ റോഹിംഗ്യകളെയും ഇല്ലീഗലായിട്ടുള്ള മറ്റ് അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെയും കണ്ടെത്താനുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനമാണ് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.